നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. ലഹരിക്കു പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. തസ്ലീമയുടെ ഫോൺ പരിശോധനയിലാണ് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയത്. പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകിയിട്ടുണ്ട്. 25,000 രൂപ നൽകണമെന്ന് തസ്ലീമ ചാറ്റിലൂടെ ആവശ്യപ്പെടുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചു. ലഹരിക്ക് പുറമെ പെൺകുട്ടികളെ എത്തിച്ചു നൽകിയതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി ഇതിനു മുൻപും തസ്ലീമ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം തസ്ലീമ സുൽത്താനയ്ക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തസ്ലീമ പിടിയിലാകുന്നത്. വിദേശത്തു നിന്നും എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്താണ് പ്രതികൾ വിതരണം ചെയ്തിരുന്നത്. മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനാണ് തസ്ലീമ ആലപ്പുഴയിൽ എത്തിയത്. തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ഓമനപ്പുഴയിലുള്ള റിസോർട്ട് കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് ലഹരി പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്. സിനിമാ താരങ്ങൾക്കാണ് ലഹരി കൈമാറിയതെന്ന് തസ്ലീമ മൊഴി നൽകിയിരുന്നു. സിനിമാ താരങ്ങളുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും എക്സൈസ് പറയുന്നുണ്ട്. ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. വാടകയ്ക്കെടുത്ത വാഹനത്തിൽ GPS ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ എവിടെയെല്ലാം ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്, എത്ര സമയം ചിലവഴിച്ചു തുടങ്ങിയ വിവരങ്ങളും ഉടൻ എക്സൈസിന് ലഭിക്കും. ഇതിലൂടെ മറ്റ് പ്രതികളിലേക്കും എത്താനാകുമെന്നാണ് എക്സൈസ് കണക്കുകൂട്ടുന്നത്.